ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലൈറ്റ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: റസ്കിൻ പൊടി, 2 കോഴിമുട്ട, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, പിന്നെ പേസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നീ പേസ്റ്റുകളാണ്. മല്ലിച്ചപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കോഴി ചെറുതായി, എല്ലില്ലാത്ത കോഴി ചെറുതായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. പിന്നെ മസാലകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് തയ്യാറാക്കേണ്ട വിധം നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നീ പേസ്റ്റുകൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കോഴി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത കോഴി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലകൾ ഇതിലിട്ട് കൊടുക്കാം. അതും വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഉരുളക്കിഴങ്ങും നന്നായി ചെറുതായി ഇട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിൻ്റെ കമ്മിയുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് ചെറുതായി പൊടിച്ച് വെച്ചത് അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് കട്ട്ലൈറ്റിൻ്റെ രൂപത്തിലേക്ക് എടുക്കണം. അതിന് കയ്യിലിങ്ങനെ ഇതുപോലെ ബോളുകളാക്കി എടുത്ത്, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ചെയ്തത്. നന്നായി ഇതുപോലെ എല്ലാം ബോളുകളാക്കി എടുത്ത് ഇനി നമ്മൾക്ക് മുട്ടയിൽ ഒന്ന് മിക്സ് ചെയ്ത് കോട്ടിങ്ങിന് വേണ്ടി റസ്കിൻ പൊടിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഓക്കെ, എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോഴേക്കും ചട്ടി അടുപ്പിൽ വെച്ച് പൊരി തുടങ്ങാം. ആദ്യം തന്നെ വെച്ചിരുന്നു കേട്ടോ ചട്ടി. ചൂടായി വന്നതിന് ശേഷം, നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ, വേസ്റ്റായാൽ ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രുചിയേറും കട്ട്ലേറ്റ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
ചെറുതായിട്ടൊന്ന് ജലദോഷമുണ്ട് കേട്ടോ, അതിൻ്റെതാണ് ശബ്ദം ഇങ്ങനെ. ഓക്കെ, ഇതുപോലെ നമ്മൾക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, സ്വാദിഷ്ടമായ കട്ട്ലറ്റ് തയ്യാറായി കഴിഞ്ഞു.